വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിലവിൽ തിരച്ചിൽ അവസാനിപ്പിച്ചുവെന്ന് പറയാൻ കഴിയില്ലെന്ന് ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ 24-നോട്. വയനാട്ടിലും നിലമ്പൂരിലും വനത്തിൽ തിരച്ചിൽ തുടരുകയാണ്. വനത്തിൽ ഗ്യാസ് സിലിണ്ടർ അടിഞ്ഞുകൂടിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും കെ പത്മകുമാർ പറഞ്ഞു. ചാലിയാറിൽ നിന്നും സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഫയർഫോഴ്സ് ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ IPS 24-നൊപ്പം ചേരുകയാണ്. സർ, നിലവിലും വലിയ തിരച്ചിൽ വയനാട്ടിലും സാർ ഇപ്പോൾ നിൽക്കുന്ന നിലമ്പൂരിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ തിരച്ചിലിൻ്റെ ഒരു പുരോഗതി എങ്ങനെയാണ്? തിരച്ചിൽ വളരെ ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ചൊവ്വാഴ്ച രാവിലെ തൊട്ട് തിരച്ചിലുണ്ട്. ഫയർഫോഴ്സും ജില്ലാ പോലീസും അതുപോലെ സംസ്ഥാന സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും സംയുക്തമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ ഡിങ്കി ബോട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വലിയൊരു മേഖലയാണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴോട്ട് വന്ന് ഇപ്പോൾ പോത്തുകൊല്ലം കഴിഞ്ഞാൽ പോത്തുകൊല്ല മഞ്ചേരി ടൗൺ വരെ, വാഴക്കാട് ടൗൺ വരെ ബോഡികൾ കണ്ടെത്തിയിട്ടുണ്ട്, ബോഡി പാർട്സ് കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാം കൂടി 233 ആയിട്ടുണ്ട് ഇന്നെന്നാണ് കണക്ക് ഈ ഭാഗത്ത്, ഈ സ്ട്രെച്ചിൽ. പിന്നെ ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുഴയെങ്ങനെ ഒഴുകുമ്പോൾ നേരത്തെ വന്ന് മണ്ണിനടിയിൽ പൂന്ന് കിടക്കുന്നുണ്ടോ, ഏതെങ്കിലും മലമടക്കുകൾ കിടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കൂടാതെ ചില സ്ഥലങ്ങളിലൊക്കെ ഗ്യാസ് സിലിണ്ടേഴ്സ് വന്ന് കിടക്കുന്നുണ്ട്, കൂടിക്കിടക്കുന്നുണ്ട്, വീട്ടു സാമഗ്രികളുണ്ട്. ഈ ഗ്യാസ് സിലിണ്ടറെല്ലാം നിറച്ച ഗ്യാസ് സിലിണ്ടർ പലതുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് അത് മാറ്റണം. അവിടെ നിന്ന് അങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നത്, നിറച്ച ഗ്യാസ് സിലിണ്ടർ കിടക്കുന്നത്, അതും ഒരു ഡേഞ്ചറാണ്. അപ്പോൾ ഇതിനെല്ലാം ഇവിടെ ജില്ലാ പോലീസ് തന്നെ അത് പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി അങ്ങോട്ട് വയനാട് ഭാഗത്തേക്ക് കൊണ്ടുപോയി. എല്ലാ ഭാഗത്തുള്ള ആൾക്കാരാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ മഴ കുറച്ച് കുറഞ്ഞുകൊണ്ട് വെള്ളം കുറച്ചുകൂടെ വാട്ടർ ലെവൽ താണിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ അകത്തോട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ കഴിയും. സെർച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏരിയൽ സെർച്ച് നടന്നിരുന്നു, ഹെലികോപ്റ്ററിൽ സെർച്ച് നടന്നു. SP നേരിട്ട് പോയി ചേരുന്നു. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അപ്പോൾ സെർച്ചും ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ തന്നെ 169ഓളം പേര് ഓൾറെഡി ഡ്യൂട്ടിയിലുണ്ട് വിവിധ സ്ഥലങ്ങളിൽ. പോലീസിൻ്റെ അതുപോലെ വലിയൊരു ഡിപ്ലോയ്മെൻ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ സെർച്ച് കണ്ടിന്യൂ ചെയ്യാണ്. പക്ഷേ എവിടെ നിന്നൊക്കെ കിട്ടുന്ന നമ്മൾ വിചാരിക്കാത്ത പല സ്ഥലങ്ങളിൽ നിന്നാണ് ബോഡികൾ കിട്ടുന്നത്. അങ്ങ് മമ്പാട് വരെ പോകുന്നുണ്ട്. ഒരുപാട് കിലോമീറ്റർ, എത്ര കിലോമീറ്റർ